നോക്കൂ, മാർക്കറ്റ് എന്താണ് ചെയ്യുന്നത്? വലിയ ഒരു ബീറിഷ് ക്യാൻഡിൽ കാണിക്കുന്നു ഗ്യാപ് ഡൗണിന് ശേഷം. അപ്പം സംഭവിക്കുന്നു, റീറ്റെയിലേഴ്സ് ആയിട്ടുള്ള സെല്ലേഴ്സ് എല്ലാം ഇൻവൈറ്റഡ് ആവുന്നു. റീറ്റെയിലേഴ്സ് ആയിട്ടുള്ള സെല്ലേഴ്സിൻ്റെ ഓർഡേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അടുത്ത ചെയ്യുന്ന കാര്യം എന്താണ്? ഇവിടെ 51,185 എന്ന പോയിന്റിൽ അത്യാവശ്യത്തിന് എന്തുണ്ട്? സെൽ ഓർഡേഴ്സുകളുണ്ട്. ദെൻ ഇപ്പോൾ വന്ന സെൽ ഓർഡേഴ്സ്, അതുപോലെ തന്നെ 51,885 കിടക്കുന്ന സെൽ ഓർഡേഴ്സ്. മാർക്കറ്റിന് അത്യാവശ്യം സെൽ ഓർഡേഴ്സ് കിട്ടി. അത്യാവശ്യം സെൽ ഓർഡേഴ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം മാർക്കറ്റ് എന്താണ് ചെയ്യുക? ബൈ കൊടുക്കും, ബൈ ചെയ്യുന്നതാണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള ലോജിക് പ്ലസ് വോളിയമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും ഇവിടെ എന്താ ശരിക്കും ചെയ്തിട്ടുള്ളത്? റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. വലിയ ഒരു ബീറിഷ് ക്യാൻഡിൽ കാണിക്കുന്നു. എല്ലാവരും വിചാരിക്കുന്നതായിരുന്നു മാർക്കറ്റിൽ നിന്ന് സെൽ സൈഡിലേക്കാണെന്ന്. സ്വാഭാവികമായിട്ടും എല്ലാവരും സെൽ ഓർഡേഴ്സുകളെല്ലാം പ്ലേസ് ചെയ്യുന്നു. മാർക്കറ്റ് ഓക്കെ. ദെൻ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു? മാർക്കറ്റിന് ആവശ്യമുള്ള സെൽ ഓർഡേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് നേരെ എന്ത് ചെയ്യുന്നു? ബൈ ചെയ്യുന്നു. കാരണം അപ്പുറത്തെ ഒരാൾ സെൽ ചെയ്യാനുണ്ടെങ്കിൽ മാത്രമല്ലേ ഇപ്പുറത്ത് ബൈ ചെയ്യാൻ കഴിയുള്ളൂ. സോ മാർക്കറ്റ് എന്താണോ പ്ലാൻ ചെയ്യുന്നത് അത് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം നല്ലൊരു ട്രേഡിംഗ് പ്ലാൻ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് വിജയിക്കാൻ ഉള്ള ഏക മാർഗം. ക്യാൻഡലുകളുടെ നീളം, നിറം, ഷേപ്പ് എന്നിവ നോക്കി ഒരു കാരണവശാലും ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ പാടില്ല. കാരണം അതെല്ലാം റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്റേഴ്സിൻ്റെ ടെക്നിക്സുകൾ മാത്രമാണ്. സോ നമ്മൾ നോക്കേണ്ടത് എന്താണ്? എവിടേക്കാണ് സെൽ ഓർഡേഴ്സുകൾ ഉണ്ടായിരിക്കുക, എവിടേക്കാണ് ബൈ ഓർഡേഴ്സുകൾ ഉണ്ടായിരിക്കുക. ഒരു മൊമെൻറ്റത്തിന് ശേഷമുള്ള സെൽ ഓർഡേഴ്സുകളുടെ ഉദാഹരണം പറയാം. മാർക്കറ്റ് ഒന്ന് ബുള്ളിഷ് ആയി കഴിഞ്ഞാൽ ആ ബുള്ളിഷ് മൊമെൻറ്റിൻ്റെ താഴെ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? കുറേ സെൽ ഓർഡേഴ്സുകൾ ഉണ്ടാവും. മാർക്കറ്റ് ഒന്ന് ബീരിഷ് ആയി കഴിഞ്ഞാൽ അപ്പം എന്താവും? ഈ ബീരിഷ് ആവണ സ്റ്റാർട്ടിങ് പോയിന്റ് എന്തുണ്ടാവും? കുറേ ബൈ ഓർഡേഴ്സുകൾ ഉണ്ടാവും. അതുപോലുള്ള ബൈ ഓർഡേഴ്സുകളും സെൽ ഓർഡേഴ്സുകളും കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. അവിടുന്ന് മൊമെൻറ്റുകൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അല്ലാതെ ഒരിക്കലും ക്യാൻഡിൽ കണ്ട് അതിൻ്റെ നീളം കണ്ടിട്ടോ വലിപ്പം കണ്ടിട്ടോ ഒരിക്കലും ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യരുത്. പിന്നെ ഒരിക്കലും പോണ പോക്കിൽ ഇടയ്ക്ക് വെച്ച് കയറുന്ന ഒരു ട്രേഡിംഗ് പരിപാടി ഒരിക്കലും നല്ലതല്ല. നമുക്കൊരു പ്ലാൻ വേണം, നമുക്ക് ഇവിടെ വന്നിട്ട് പോകുമെന്നില്ല. അപ്പോൾ ആ പോയിന്റ് എത്തുന്നവർ വെയിറ്റ് ചെയ്യുക, അവിടുന്ന് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. അല്ലാതെ ഇപ്പോൾ ഒരു വലിയ ക്യാൻഡിൽ കണ്ടു ഇപ്പോൾ ബാക്കി ഉണ്ടാവുമെന്ന് അതുപോലെ ഉണ്ടാവും പ്രതീക്ഷിച്ച് അതിൻ്റെ കൂടെ കയറരുത്. ചിലപ്പം ഒരു 10 എടുക്കുമ്പോൾ 1 കിട്ടിയാൽ കിട്ടും, ഇല്ലയെന്ന് പറയുന്നില്ല. അങ്ങനെ ചിലപ്പം കിട്ടിയാൽ കിട്ടുന്നല്ലാതെ അതൊരു ശാശ്വതമായിട്ടുള്ള പരിപാടിയല്ല എന്നുള്ളതാണ്. എനിവേ, നിങ്ങൾക്ക് അത് ലോജിക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള ട്രേഡിംഗ് ടിപ്സുകളും അതുപോലെ തന്നെ ഞാൻ എടുക്കുന്ന ട്രേഡുകളുടെ ലോജിക്സുകളും മനസ്സിലാക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ ഒരു ലോജിക്സ് ഉപയോഗിച്ച് മാത്രം ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ ചിലക്ക് ആ സ്ട്രാറ്റജി ഉണ്ട്, ഈ സ്ട്രാറ്റജി ഉണ്ട്, അതുപോലെ തന്നെ ആ ക്രോസ് ഓവർ, ഈ ക്രോസ് ഓവർ, പക്ഷെ അതൊന്നും പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ വർക്കാവില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ സ്ട്രാറ്റജികളും എല്ലാ ടെക്നിക്സുകളും മാർക്കറ്റിനെ നയിക്കുന്ന ഓപ്പറേറ്റേഴ്സിൻ്റെ കയ്യിലുണ്ടായിരിക്കും. അവർക്ക് അറിയാൻ കഴിയും നമ്മളെവിടേക്കാണ് എങ്ങനെ പ്ലാൻ ചെയ്യുന്നതെന്ന്. ഒരു റീറ്റെയിലേഴ്സ് എന്തായിരിക്കും പ്ലാൻ ചെയ്യുക, അവൻ്റെ മനോഭാവം എന്തായിരിക്കും, അവനിപ്പം ഒരു ക്യാൻഡിൽ കണ്ടാൽ അവൻ എന്താണ് ചിന്തിക്കുക എന്ന് കൃത്യമായിട്ട് ഓപ്പറേറ്റേഴ്സിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അവർ അതനുസരിച്ചായിരിക്കും അവരുടെ പ്ലാനുകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മളെന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അവരെങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും എന്നാലോചിക്കുക. ഓരോ ലൈൻസിലും ഓരോ പോയിൻറ്റ്സുകളിലും ഓരോ ഏരിയകളിലും ഓപ്പറേറ്റേഴ്സ് എങ്ങനെയായിരിക്കും മാർക്കറ്റിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. സിമ്പിൾ. ആ ഒരു ചിന്തയിൽ നിന്ന് മാത്രമേ നമുക്കൊരു പ്ലാൻ തയ്യാറാക്കാൻ കഴിയുള്ളൂ. അങ്ങനെ പ്ലാനുകൾ തയ്യാറാക്കുക, ദെൻ അത് വെച്ച് ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യുക. എനിവേ, നമുക്ക് നോക്കാം മാർക്കറ്റ് എന്താണ് പ്ലാൻ എന്ന് നോക്കാം. ഇപ്പം 52.12 മുതൽ 52.200 വരെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്സ് ഉണ്ട്. മീൻസ് കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരിക്കും. ഈ ഓർഡേഴ്സ് കളക്ട് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് എന്ത് ചെയ്യും? മുകളിലേക്ക് പോകുന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മുകളിലേക്ക് പോകുന്ന മൊമെൻറ്റത്തെ നമുക്ക് ക്യാച്ച് ചെയ്യാം. ഓക്കെ,
എന്തായാലും വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് എന്താണ് പ്ലാൻ ചെയ്യുന്നത് നോക്കട്ടെ. മാർക്കറ്റ് ഇപ്പം നല്ല ഒരു ബുള്ളിഷ് മൊമെൻറ്റം തരാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാ റെഡിയാണ്. ഇതാ ഞാൻ പറഞ്ഞ പോലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇപ്പം മീറ്റ് ചെയ്യും. ഓക്കെ, ഫൈൻ. ഇപ്പോൾ ഞാൻ എടുത്ത എൻട്രിയുടെ പ്രത്യേകത ശ്രദ്ധിച്ചോ? എൻട്രി എടുക്കുന്നത് വിക്കിൽ വന്നാണ് എൻട്രി എടുത്ത് പോയത്. സോ നമുക്ക് സ്റ്റോപ്പ് ലോസ് സാധനം വളരെ കുറച്ചേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മെച്ചം നമുക്ക് എന്താണ്, നമുക്ക് ചെറിയ മൂവ്മെൻറ്റ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ SL കോസ്റ്റ് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെന്തായി, നമ്മുടെ ക്യാപിറ്റൽ സേഫായി എന്നുള്ളതാണ്. സോ നോക്കൂ, ഇപ്പോൾ ഈ ക്യാൻഡിൽ ഫസ്റ്റത്തെ ക്യാൻഡിൽ കഴിയുമ്പോഴേക്കും ഞാൻ ക്യാൻഡിൽ എടുത്തിരിക്കുന്നത് നേരെ കോസ്റ്റ് വയ്ക്കുന്നു, എൻ്റെ ക്യാപിറ്റൽ സേഫാക്കി വയ്ക്കുന്നു. നമുക്ക് ഇനി ഈ ഒരു ട്രേഡ് കഴിഞ്ഞാൽ ഇനി അടുത്ത ട്രേഡ് എവിടെയാണുള്ളതെന്ന് വെച്ചാൽ 52,384 അതിൽ 52,562 ഈ 2 പോയിന്റുകളിൽ എന്ത് ചെയ്യും, മാർക്കറ്റ് ഒരു ഫേക്ക് ബ്രേക്കൗട്ട് തരും. ഈ ഫേക്ക് ബ്രേക്കൗട്ട് എവിടെയാണോ തരുന്നത് അവിടെ മുതൽ നമ്മൾ താഴത്തേക്ക് ഷോർട്ട് ചെയ്യും. അതാണ് ഇനി അടുത്ത ട്രേഡുള്ളൂ. അതിനിടയ്ക്ക് നമുക്കിട്ട് വേറെ എൻട്രി പോയിന്റുകളൊന്നുമില്ല. സോ ഇപ്പോൾ ഈ കാണുന്ന ട്രേഡിൽ ഒരു കാരണവശാലും ഇനി റീ എൻട്രി ചെയ്യരുത്. കാരണം ഇത് ഓൾറെഡി എക്സിക്യൂട്ട് ആവേണ്ട സമയം കഴിഞ്ഞു. സോ ഇനി അടുത്ത ട്രേഡ് അവിടെ നിന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ടാർഗറ്റ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ട്രേഡ് അവിടെ നിന്ന് പ്ലാൻ ചെയ്യാം. അതായത് 52,384 അല്ലെങ്കിൽ 52,562 ഈ 2 പോയിന്റുകളിലും ഷോർട്ട് ചെയ്യുക. മീൻസ് എവിടെ നിന്നാണോ നമുക്കൊരു ഫേക്ക് ബ്രേക്കൗട്ട് തരുന്നത് അവിടെ നിന്ന് ഷോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ട്. വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം നിങ്ങൾക്കൊരു പ്രോഫിറ്റ് കുറച്ച് ബുക്ക് ചെയ്യാം. 52.10 നമുക്ക് SL കയറ്റി വെച്ചിട്ട് പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇവിടെ 52,148 ഒരു പ്രീവിയസിൻ്റെ ഒരു ലോ ഉണ്ട്. അപ്പം മിക്കവാറും അവിടെ ചെറുതായിട്ടൊന്ന് സ്ട്രഗിൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ക്യാനിൽ ഇപ്പോൾ ഒരു ചുവപ്പ് ക്യാനിൽ കണ്ടോ, അന്ന് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം മാർക്കറ്റ് നേരെ മുകളിലേക്കേ പോവുള്ളൂ. അതൊക്കെ നമ്മുടെ ട്രാപ്പ് ചെയ്യാനുള്ള കലാപരികളാണ്. അവിടെ ഒന്നും നമ്മൾ ബ്രേക്ക് ചവിട്ടരുത്. മാർക്കറ്റ് നേരെ മുകളിലേക്ക് പോകും. അടുത്ത സ്റ്റോപ്പ് അവിടെ ഉള്ളൂ. ഓക്കെ, അവർ അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക, സീല് പമ്പിങ് നടന്നുകൊടുക്കുന്നുണ്ടാവും. നല്ല അടിപൊളി സീല് പമ്പിങ് നടക്കുന്നുണ്ട്. അതാണ് ക്യാൻഡിൽ വരുന്നുണ്ടോ. ഓക്കെ, അത് ബ്യൂട്ടിഫുൾ ക്യാൻഡിലാണ്. ഓക്കെ, അടിപൊളി ഇതേ പോന്നു. ഓക്കെ, നമുക്ക് 52,184 എന്നൊരു പോയിന്റ് കഴിഞ്ഞ് നമുക്ക് ബുക്ക് ചെയ്യാം. അവിടെ നല്ലൊരു മൊമെൻറ്റ് കാണിക്കും. അപ്പോൾ നമുക്ക് SL അവിടെ കയറ്റി വയ്ക്കാം. ഓക്കെ, ഈ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ അവിടെ ഒരു പ്രീവിയസ് ഡേ ലോ പറഞ്ഞില്ലേ, ആ ലോയിൽ കറക്റ്റ് ടാപ്പ് ചെയ്ത് നോക്കൂ. ഇതേ പോകണം. അടുത്ത ക്യാൻഡിൽ 52,182 നല്ലതിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് SL അവിടെ വയ്ക്കാം. ക്രോസ് ചെയ്ത് പോകട്ടെ എന്നിട്ട് ശേഷം. ഓക്കെ, കണ്ടോ, നല്ല ഇതിൽ സീൽ പമ്പിങ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അത്രയും മൊമെൻറ്റ് കാണിക്കുന്നത്. അല്ലേ, അത്യാവശ്യം മാർക്കറ്റിനകത്ത് കുറച്ച് സെൽ ഓർഡേഴ്സ് കിട്ടിയ സെൽ ഓർഡേഴ്സ് ഫുള്ള് മാർക്കറ്റ് ഇപ്പോൾ ആ സെൽ ഓർഡേഴ്സിലൊക്കെ മാർക്കറ്റ് ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നല്ലൊരു ക്യാൻഡിൽ ക്രോസ് ആയിട്ടുണ്ട്. ഓക്കെ,
നെക്ലേസിൽ കയറ്റി വയ്ക്കാനായിട്ടില്ല. ഓക്കെ, ഇനി മറ്റേ ഓക്കെ നമുക്ക് SL ഇപ്പോൾ കാണിക്കുന്ന ക്യാൻഡിലിൻ്റെ വിക്കിൻ്റെ താഴെ SL വയ്ക്കാം. ഓക്കെ ഓക്കെ, ഇതാ പോകുന്നു മുകളിലേക്ക്. എനിവേ ഓക്കെ, താങ്ക് യു. ബുക്ക് ചെയ്യുന്നതിൽ എല്ലാവരും ബുക്ക് ചെയ്യുക.